ശർമാജി, നമുക്ക് ഇന്ന് കത്ത് വന്നിരിക്കുന്നത് സൗദിയിൽ നിന്നാണ്. ശ്രീധന്യാണ് കത്ത് അയച്ചിരിക്കുന്നത്. ശ്രീധന്യ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഇവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. എനിക്ക് 3 സഹോദരിമാരാണുള്ളത്. എല്ലാവരുടെയും വിവാഹം ഞാൻ നടത്തിക്കൊടുത്തു. എനിക്ക് വിവാഹപ്രായം കഴിയാറായി. ഇപ്പോൾ എൻ്റെ വിവാഹത്തിനോട് ആർക്കും താല്പര്യമില്ല. എന്നെ ആർക്കും വേണ്ട എന്ന രീതിയാണ്. കാശിനാവശ്യമുള്ളപ്പോൾ മാത്രം വിളിക്കും. എനിക്ക് ഇനിയൊരു വിവാഹ ജീവിതം ഉണ്ടാകുമോ എന്നാണ് ശ്രീധന്യ ചോദിച്ചിരിക്കുന്നത്. അത് നേരാ. അതെ, ഇങ്ങനെ ഒത്തിരി സഹോദരിമാരുണ്ട് അല്ലേ? കുടുംബം പോറ്റിക്കൊണ്ടിരിക്കുന്നവർ അവരുടെ ഒരു കല്യാണക്കാരിയൊക്കെ വരുമ്പോഴത്തേനും എല്ലാവരും കഴിവെട്ടിയുന്നു. പെൺമൂലമാണ്, മൂലം നക്ഷത്രം. പെൺമൂലം പഴയൊരു പ്രമാണം പറയുന്നത് പെരുവഴിയിൽ എന്നാണ്. ആകാവുന്ന കാലത്ത് കുടുംബത്തിനും സഹോദരങ്ങൾക്കും ഒക്കെ വേണ്ടി അക്ഷീണം പരിശ്രമിക്കുന്ന ഒരു തേരാളിയായി, മുൻഗാമിയായി എല്ലാം ഉണ്ടാക്കിക്കൊടുത്തെല്ലാം കടമകളും കർത്തവ്യങ്ങളും എല്ലാം നിറവേറ്റി കഴിയുമ്പോൾ കരിമ്പിൻ ചണ്ടി പോലെ നീരെല്ലാം ഊറ്റിയെടുത്ത് അവസാനം അവനവൻ്റെ ഒരു ആവശ്യം വരുമ്പോൾ ആരുമില്ല. അല്ല ചേച്ചി എന്തെടുത്തു, അല്ല ചേട്ടൻ എന്തെടുത്തു. ഇതിപ്പം സ്ത്രീകളാകുമ്പോൾ ഇങ്ങനെ, പിന്നെ പുരുഷന്മാരാകുമ്പം ബാക്കിയുള്ള അവർക്കും ഇത് തന്നെ ഫലം. പൊതുവേ ഇങ്ങനെയൊരു പഴഞ്ചൊല്ലുണ്ട്. അത് കണ്ട് നിൽക്കണം ഈ നാളുകാരെ. മൂലം നക്ഷത്രമാണ്, മിഥുന ലഗ്നമാണ്. ഈ മിഥുന ലഗ്നവും അതുപോലെ തന്നെ മൂലം നക്ഷത്രവും കൂടെ വരുമ്പോൾ ലഗ്നവും ചന്ദ്രനും കൂടി സമസപ്തമമായിട്ട് നിൽക്കുന്ന ഒരു ഗ്രഹനിലയാണ്. അതായത് ചന്ദ്രൻ ധനുരാശിയിലും, അത് വ്യാഴക്ഷേത്രമാണ്. വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്ന ചന്ദ്രന് ബലം ഉണ്ടാവും. ലഗ്നം മിഥുനമാണ്, ബുധൻ്റെ ക്ഷേത്രത്തിലാണ്. പൊതുവേ വ്യാഴവും ബുധനുമായി അത്ര നല്ല സ്വരച്ചേർച്ചയിലല്ല. ഒരേ കമ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഒരു വണ്ടിയിലെ ഡ്രൈവറും കണ്ടക്ടറും രണ്ടും 2 യൂണിയൻ ആണെങ്കിൽ എന്താണ് അവസ്ഥ എന്ന് പറയുന്ന പോലെയാണ്. വണ്ടി മുന്നോട്ട് പോകും, പക്ഷേ ആവശ്യമുള്ളപ്പം ഡബിൾ ബെല്ലടിക്കുകയില്ല, ആവശ്യമില്ലാത്തപ്പോൾ ഡബിൾ ബെല്ലടിക്കും. ആവശ്യമുള്ളപ്പോൾ ബ്രേക്ക് ചവിട്ടുകയില്ല, യാത്രക്കാരൻ കൈ കാണിക്കുമ്പം ചവിട്ടിയെന്ന് വരികയില്ല, കണ്ടക്ടർ ബെല്ലടിക്കും നിർത്തിയെന്ന് വരികയില്ല. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഉഴപ്പ് ഒക്കെ ഗ്യാരേജിൽ ചെല്ലുമ്പോൾ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ഗ്യാരേജിൽ വരുമ്പോഴാണല്ലോ 2 പേരുടെ അടിയുണ്ടാക്കുന്നത്. വണ്ടിയെ വെച്ചുണ്ടാക്കാൻ യാത്രക്കാർ സമ്മതിക്കുകയുള്ളൂ എന്ന് പറയുന്ന പോലെ ജീവിതയാത്രയിൽ ചന്ദ്രനും ലഗ്നവും കൂടെ മിഥുനം ധനു രാശികളിൽ നിൽക്കുന്ന ഈ നക്ഷത്രക്കാരിക്ക് ജീവിതം ഏതാണ്ട് 37 വയസ്സുവരെ ഇതുപോലെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയും എല്ലാവരെയും കരകയറ്റുകയും ചെയ്യുകയും അതിൽ നിന്നും പ്രത്യേകിച്ച് ഫലമൊന്നും അവരിൽ നിന്ന് അനുകൂലാവസ്ഥയൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. കടമയും കർത്തവ്യവുമാണ്. അതിന് ദൈവം അതിന് വേണ്ട പണവും കാര്യങ്ങളും എല്ലാം തന്നിട്ടുണ്ട്. ഒരു പക്ഷേ വിദേശത്തൊക്കെ പോയി ധനമുണ്ടാക്കുന്ന യുവതികൾക്ക് ഇത്തരം ഒട്ടുമുക്കാലും അവസ്ഥകളാണ് കണ്ടുവരുന്നത്. എന്നിരുന്നാലും ഇതൊക്കെ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നതായതുകൊണ്ടാവാം 37 മുതൽ 40 വയസ്സിനുള്ളിലായിട്ട്, പ്രത്യേകിച്ച് 2026 മെയ് മാസം മുതൽ സമയങ്ങൾ അനുകൂലമാവും. അതിൻ്റെ ലക്ഷണം ഈ വരുന്ന മെയ് മാസം മുതൽ 2025 മെയ് ജൂൺ മുതൽ 26 മെയ് ജൂണിനകത്തായിട്ട് മേഡത്തിൻ്റെ കല്യാണയോഗം ഉണ്ടാവും. ഇവരൊക്കെ സഹകരിക്കുകയും ചെയ്യും. ഇവർക്കൊക്കെ ഉള്ളിലുണ്ട് ചേച്ചി സഹായിച്ചത്, രക്ഷപ്പെടുത്തിയത്, സ്വർണം വാങ്ങിക്കൊടുത്തത്, വീട് വെച്ച് കൊടുത്തത്, ഭർത്താവിനെ ഉണ്ടാക്കി കൊടുത്തത്, ഇതെല്ലാ വിവരങ്ങളും അവർക്കൊക്കെ അറിയാം. പക്ഷേ തിരിച്ച് അതുപോലെയുള്ള ഹെൽപ്പ് ചെയ്യാനുള്ള പ്രാപ്തിയില്ല. അതുകൊണ്ട് അതൊക്കെ അങ്ങ് സദയം ക്ഷമിക്കുക. ദൈവം നമുക്ക് തന്നിരിക്കുന്ന റോള് ഇവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ കാര്യത്തിന് ആരും സഹകരിക്കുന്നില്ലെന്നാണ്. മേഡത്തിൻ്റെ കാര്യത്തിന് ജോലി എടുക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മൾക്ക് ഭാവി വരണുണ്ടാവുമെന്നാണ്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇവർ സഹകരിക്കേണ്ട കാര്യമില്ലല്ലോ. അവിടെ നിന്ന് തന്നെ ഇതേ ട്രേഡിൽ തന്നെ ജോലിയുള്ള ഒരു സുമുഖനും സുന്ദരനും അരോഗതൃഢഗാത്രനും സാമാന്യം തൃപ്തികരമായ സ്വത്തുക്കളും കാര്യങ്ങളുമൊക്കെ ഉള്ള വരനെ ലഭിക്കും എന്നാണ്.
അത് ഏറെക്കുറെ ഇപ്പം തന്നെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചത് ലവ് മാരേജ് എന്നൊന്നും പറയാൻ പറ്റുകയില്ല, മുൻകാല പരിചയം ഉണ്ടാവും. ഏതായാലും ഈ വരുന്ന 2025 മെയ് ജൂൺ മുതൽ 26 മെയ് ജൂണിനകത്ത് ഒരു വിവാഹ നിശ്ചയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആരുടെയും സാമ്പത്തിക സഹായമൊന്നും ഇല്ല. ഇളയത്തങ്ങളും സഹോദരങ്ങളും എല്ലാം വീട്ടിൽ മാതാപിതാക്കളും എല്ലാം സഹകരിക്കും. അവർക്കൊന്നും ഈ പറയുന്ന പിണക്കങ്ങളൊന്നുമില്ല. അത് സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാനോ ചേച്ചിക്ക് നല്ലൊരു വരനെ ഉണ്ടാക്കി തരാനോ ഒന്നുമുള്ളൊരു പ്രാപ്തിയോ അതിനുള്ളൊരു സന്നാഹങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. ഇതൊക്കെ പിന്നീട് മനസ്സിലായി വന്നോളും. നമുക്ക് തന്നിരിക്കുന്ന സമയം നമ്മൾ നല്ലോണം വിനിയോഗിച്ചു. നമുക്ക് ദൈവം അതിനനുസരിച്ചുള്ള വരനെ തരും. നല്ല കുടുംബജീവിതം ഉണ്ടാവും. സമയവും സന്ദർഭമൊക്കെ ഉണ്ട്. സന്മനസ്സുണ്ടെങ്കിൽ മേഡത്തിൻ്റെ പേരും നക്ഷത്രവും ചേർത്ത് സ്വയംവര പൂജ 18 എണ്ണം നടത്തുകയും അതുപോലെ തന്നെ കന്യകകൾക്ക് ഏതെങ്കിലും കല്യാണ ആവശ്യങ്ങൾക്കായിട്ടുള്ള സാരിയോ ബ്ലൗസോ മറ്റെന്തെങ്കിലും കല്യാണ ഡ്രസ്സായിട്ടൊക്കെ എന്തെങ്കിലും സഹായിക്കാൻ സന്മനസ്സും അതുപോലെ സാഹചര്യവും സാമ്പത്തികവും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക. അത് വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ കൊണ്ട് അറിയരുത് എന്ന് പറയുന്ന രീതി ആത്മാർത്ഥമായിട്ട് ചെയ്യുക. നല്ല നിലയിലുള്ള വിവാഹ ബന്ധങ്ങളൊക്കെ നടക്കും. സന്തോഷമായിട്ടിരിക്കുക. കത്തയച്ചതിന് നന്ദി. നമസ്കാരം. നന്ദി ശർമാജി.